നവമാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇത്രയേറെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? ഒരു ദിവസം എത്ര ഫോർവേഡഡ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ഏവർക്കും വരുന്നത്? ഇതിൽ എത്ര എണ്ണമായിരിക്കും യാഥാർത്ഥ്യം? അല്ല, ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. യാഥാർത്ഥ്യവും തെറ്റുമൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട് എന്ന രീതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കുമെങ്കിൽ തെറ്റി. ഇത്രയേറെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഈ സമൂഹത്തിലും ഈ ഡിജിറ്റൽ വേൾഡിൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണമൊന്നും കുറവല്ല. അങ്ങനെയുള്ള റിയൽ അല്ലാത്ത റിയൽ സ്റ്റോറീസുമായി ഉള്ളതോ കള്ളമോ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായി തന്നെ പറയാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവളെ ടിൻഡു എന്ന് വിളിക്കാം. ടിൻഡു ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. കോളേജ് പഠനത്തിനോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യണമെന്ന് അവൾക്കൊരാഗ്രഹം. തൊഴിൽ തേടി അവൾ എത്തിപ്പെട്ടത് ഓൺലൈൻ മീഡിയയിൽ. അങ്ങനെ പല വെബ്സൈറ്റിലും അവൾ ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു. നമുക്ക് തന്നെ അറിയാം, ഒരു ഓൺലൈൻ ജോബ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരുപാട് വെബ്സൈറ്റ് ഓപ്ഷൻസ് നമുക്കുണ്ടാകും. ഇതിൽ ജെന്യൂനായ എത്ര വെബ്സൈറ്റ് ഉണ്ടാവും? അത് കണ്ടെത്താൻ എത്ര പേർക്ക് കഴിയും? ജെന്യൂൻ അല്ലാത്ത വെബ്സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ കളക്ട് ചെയ്യുകയാണ്. അങ്ങനെ ടിൻഡുവിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷനും പലർക്കും കിട്ടി. പിറ്റേന്ന് രാവിലെ വാട്സപ്പ് തുറന്നപ്പോഴേക്കും ടിൻഡുവിന് വന്നത് 20ഓളം ചാറ്റിൽ നിന്നുള്ള മെസ്സേജസ് ആണ്. അതും ഓൺലൈൻ ജോബ് ഓഫർ ചെയ്തുകൊണ്ട്. അവൾ പലതും ചെക്ക് ചെയ്തു. പലതും അത്രയേറെ പ്രശസ്തമായ കമ്പനികളുടെ പേരിൽ വന്ന ഓഫറുകളായിരുന്നു. സംശയം തീർക്കാൻ അവൾ ഗൂഗിളിൽ കയറി സെർച്ചും ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പോൾ അവൾ ജോലി ചെയ്യാൻ തുടങ്ങി. ഇതിനു മുമ്പായി ഇവൾ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യവിവരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്താണ് ജോലി തുടങ്ങുന്നത്. ജോലി തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കൊരു കോള് വന്നു. അതും കമ്പനിയിൽ നിന്ന് തന്നെ. നിയമ നടപടികൾ ലംഘിച്ചു എന്ന് പറഞ്ഞാണ് കോള്. ഉടൻ തന്നെ 7000 രൂപ അടച്ചില്ലെങ്കിൽ നിയമ നടപടി ഇവൾക്കെതിരെ സ്വീകരിക്കും. ടിൻഡു ആകെ പരിഭ്രാന്തിയായി. ഈ ടിൻഡുവിനോട് പറഞ്ഞ ഭീഷണിയിൽ ഉൾപ്പെടുന്നത് വീട്ടുകാർക്ക് എതിരെ കേസെടുക്കുമെന്നും കോടതിയിൽ വന്ന് 75,000 രൂപ കെട്ടിവെക്കേണ്ടി വരും എന്നൊക്കെയുള്ളതുമായിരുന്നു. ടിൻഡു ഭയന്ന് ഭീഷണി ഭയന്ന് 7000 രൂപ അടച്ചു. പിന്നീട് അവൾക്ക് വരുന്ന കോളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം തന്നെ 10ഉം 15ഉം കോളുകൾ വന്നു തുടങ്ങി. പിന്നീടാണ് ടിൻഡുവിന് അമളി മനസ്സിലായത്. തട്ടിപ്പ് നടത്തുന്നത് വാട്സപ്പ് വഴി. ജോലി തേടി ഓൺലൈൻ സൈറ്റുകളിൽ ചെന്നെത്തുന്നവരുടെ മൊബൈൽ നമ്പർ ശേഖരിച്ച് വാട്സപ്പ് വഴിയാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തുന്നത്. പ്രശസ്തമായ പല കമ്പനികളുടെ പേരും ഇതിനുപയോഗിക്കും. അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കും. ഇതിനായി പല വ്യാജ സർട്ടിഫിക്കറ്റുകളും മറ്റും വാട്സപ്പ് വഴി അയച്ചു തരുകയും ചെയ്യും. ഇതിനുശേഷം ആധാർ കാർഡും നമ്മുടെ മറ്റു പല രേഖകളും സർട്ടിഫിക്കറ്റുകളും വാട്സപ്പിലൂടെ ഇവരും വാങ്ങും. തുടർന്ന് കരാറാണെന്നും പറഞ്ഞ് ഒരു ഡോക്യുമെന്റും അയച്ചു തരും. അതും 1ഉം 2ഉം 3ഉം പേജൊന്നും ആയിരിക്കില്ല. നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റാത്തത്ര 65ഓ 70ഓ 50ഓ ഒക്കെ പേജോളം. ഇതിനുശേഷം പണി തുടങ്ങിക്കൊള്ളാൻ പറയുകയും ചെയ്യും. പിന്നീട് കരാർ ലംഘിച്ചുവെന്ന് പറഞ്ഞ് ഫോൺ വിളി വരും. സംഭാഷണമൊക്കെയും ഇംഗ്ലീഷിൽ. പിഴ അടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരിക്കും അടുത്ത ഭീഷണി. വിശ്വസിപ്പിക്കുവാൻ വക്കീലിന്റെ വിളിയും. അതും പല നമ്പറുകളിൽ നിന്ന്. ഇനി തുക അടച്ചാലോ? വേറെ കാരണങ്ങൾ പറഞ്ഞ് പിന്നെയും പണം തട്ടും. തരാൻ മടിച്ചാൽ ഭീഷണിയും മെന്റൽ ടോർച്ചറും. ഇതൊക്കെ മറികടന്ന് ഒരാൾ ഇതിനെതിരെ പോയാലോ? പറ്റിപ്പുകാരെ കണ്ടെത്താൻ പോലും പറ്റില്ല. നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിരിക്കും പലപ്പോഴും ഈ തട്ടിപ്പുകാർ. ഇവരെ നമ്പർ വെച്ച് ട്രേസ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും പറ്റുകയില്ല. കാരണം പല ലൊക്കേഷൻ ആയിരിക്കും പല സമയത്തും കാണിക്കുക. ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നവരുടെ എണ്ണമൊന്നും കുറവല്ല. ഫേക്ക് മെസ്സേജസ് മാത്രമല്ല, ഫേക്ക് ന്യൂസ്, ഫേക്ക് വ്യക്തികൾ, ഇവരാലൊക്കെ നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുൻപ് തൃശൂർ പോലീസ് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റാണ്. തൃശൂരിൽ ഒരു പെൺകുട്ടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ബസ് കാത്ത്. അപ്പോൾ അപരിചിതനായ ഒരു മനുഷ്യൻ അവളുടെ അരികിലേക്ക് വന്ന് ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നു. അയാൾ ഉന്നയിച്ച ആവശ്യം ഇതായിരുന്നു: ഭാര്യ ഉടനെ വരുമെന്ന് പറഞ്ഞു, വിളിക്കാൻ എൻ്റെ കയ്യിൽ ഫോണില്ല, അവൾ ഇറങ്ങിയോന്നറിയില്ല, വിളിക്കാനൊന്ന് ഫോൺ തരുമോ? അത്യാവശ്യമായതിനാൽ തന്നെ പെൺകുട്ടി ഫോൺ കൈമാറി. ഇയാൾ ഫോൺ വിളിച്ചുകൊണ്ട് റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. ഫോൺ വിളിച്ച് ഹലോ ഹലോ വെച്ചുകൊണ്ട്
പയ്യെ അവളുടെ കൺവെട്ടത്തിൽ നിന്ന് അയാൾ മറഞ്ഞുപോയി. താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ആ റോഡിൽ നിന്ന് തന്നെ പൊട്ടിക്കരഞ്ഞു. തൊട്ടരികിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് കാര്യം അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ ഇയാളെ ട്രേസ് ചെയ്ത് പിടിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എത്രയേറെ വിദ്യാഭ്യാസവും വികസനവും വന്നിട്ടും നമുക്ക് പലപ്പോഴും തെറ്റെന്ത് ശരിയെന്ത് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മുന്നിൽ വരുന്ന വ്യക്തികൾ, മുന്നിൽ വരുന്ന മെസ്സേജുകൾ, മുന്നിൽ വരുന്ന വാർത്തകൾ, ഇതിൽ ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ തന്നെയായിരിക്കും നാം ഏവരും ജീവിക്കുന്നത്. തൊഴിലിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്നെത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള അമളികളിലായിരിക്കും. ഇത്രയേറെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വേൾഡിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലോകത്ത് അത്രയേറെ ശ്രദ്ധയും കരുതലും ഒന്നുകൊണ്ട് മാത്രമേ നാം ഏവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. റിയൽ അല്ലാത്ത റിയൽ സ്റ്റോറീസുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ, രണ്ടാം സമ്മാനം 32 ഇഞ്ച് LED TV, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ, അഞ്ചാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, എട്ടാം സമ്മാനം കുക്കർ 10 ലിറ്റർ, ഒൻപതാം സമ്മാനം കുക്കർ 5 ലിറ്റർ, പത്താം സമ്മാനം ഡിന്നർ സെറ്റ്. SH Electrical and Electronics Maintenance Company. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ടൈൽസ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ് എന്നിവ മിതമായ നിരക്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തി തിരഞ്ഞെടുക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഫോൺ നമ്പർ 9953 64940 9544 895983. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ഓണം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻപൻ ഡിസ്കൗണ്ട്. സന്ദർശിക്കൂ മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.